നേരത്തെ തന്നെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫലപ്രദമായിട്ട് ചികിത്സിക്കാൻ പറ്റുന്ന ഒരു ക്യാൻസറാണ് കോളൻ ക്യാൻസർ. അതായത് നമ്മുടെ കുടലിലുണ്ടാകുന്ന ക്യാൻസർ എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒ.പിയിൽ ഒരു പേഷ്യൻ്റ് വന്നിട്ട് പറഞ്ഞു, "ഡോക്ടറെ, ഞാൻ വീട്ടുകാരുടെ ഒരു സമാധാനത്തിന് വേണ്ടി വന്നതാണ്. എനിക്ക് പൈൽസിൻ്റെ പ്രശ്നമാണ്. പക്ഷേ ഇവർക്കൊക്കെ ഒരു പേടി, അത് മറ്റ് പല അസുഖങ്ങളും ആകുമോ എന്നുള്ളൊരു പേടി." കഴിഞ്ഞൊരു 3 മാസമായിട്ട് ഇയാൾക്ക് മലത്തിലിങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് ബ്ലഡ് വരുന്നുണ്ട്. ചെറുതായിട്ട് മാത്രം. എന്നാൽ പ്രത്യേകിച്ച് വേറെ അസുഖങ്ങളോ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നും അവർക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരോടൊരു കൊളനോസ്കോപ്പി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ കൊളനോസ്കോപ്പി ടെസ്റ്റ് ചെയ്തപ്പോഴാണ്, നമ്മുടെ മലദ്വാരത്തിലൂടെ കുഴലിറക്കിയിട്ടുള്ള ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അവർക്ക് കോളൻ ക്യാൻസറിൻ്റെ അത് ലക്ഷണമായിരുന്നു അതെന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള ചെറിയ ബ്ലീഡിംഗ് ഒക്കെ വരുമ്പോൾ പല ആളുകളും അത് അവഗണിക്കാറാണ് പതിവ്. അത് പൈൽസ് കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ മലദ്വാരത്തിൽ എന്തെങ്കിലും ചെറിയ മുറിവുകൾ വന്നപ്പോൾ മലം ടൈറ്റിൽ പോയ സമയത്ത് അവിടെ പൊട്ടിയിട്ട് മുറിവ് വന്നതാവാം, ഇതുകൊണ്ടായിരിക്കാം ബ്ലീഡിംഗ് വന്നത് എന്ന് വിചാരിച്ച് പലരും ഇത് അവഗണിക്കാറുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ലക്ഷണങ്ങളായിരിക്കാം കുടൽ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളുടെ തുടക്ക ലക്ഷണമായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ആർക്കൊക്കെയാണ് ഈ കുടൽ ക്യാൻസർ വരുന്നത്? ഈ കുടൽ ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ കുടൽ ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത്. ഞാൻ ഡോക്ടർ സെമിയ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. ഓരോ വർഷവും നിരവധി പേർക്ക്, ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് ഈ കുടൽ ക്യാൻസർ വരുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതശൈലിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടും നമ്മുടെ ഭക്ഷണ രീതിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊക്കെയാണ് ഈ കുടൽ ക്യാൻസർ കൂടുതലായിട്ടും കണ്ടുവരുന്നത്. അപ്പോൾ കുടൽ ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിലേറ്റവും പ്രധാനമായിട്ട് പറയുന്നത്, നമ്മുടെ വെയിറ്റ് എപ്പോഴും ഒരു ആരോഗ്യത്തോടെയുള്ള ഒരു വെയിറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം കൂടുതലായിട്ട് അമിതവണ്ണമുള്ള ആളുകളിലൊക്കെ ഇതുപോലെ കുടൽ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വെയിറ്റ്, ഇപ്പോൾ കൂടുതൽ വെയിറ്റ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ അത് അവരുടെ വെയിറ്റ് കുറച്ച് ഒരു ആരോഗ്യത്തോടെയുള്ള ഒരു വെയിറ്റിലേക്ക് എത്തിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വ്യായാമം ചെയ്യുക. നമ്മൾ ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും വ്യായാമം ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം വ്യായാമക്കുറവുള്ള ആളുകളിലും ഇതുപോലെ നമുക്ക് കുടൽ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ്, നമ്മൾ ഫുഡിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൂടുതലായിട്ട് നാരുകൾ അടങ്ങിയിട്ടുള്ള ഫുഡുകളാണ് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. ഡെയിലി ഒരു 25-30 ഗ്രാം ഫൈബർ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ അത് പച്ചക്കറികളാവാം, അല്ലെങ്കിൽ ഫ്രൂട്ട്സുകളാവാം, പയറുവർഗ്ഗങ്ങളാവാം. ഇവയിലൊക്കെ ഒരുപാട് നാരുകളുണ്ട്. ഇപ്പോൾ ഫ്രൂട്ട്സിൽ തന്നെ ആപ്പിള്, മുന്തിരി, വാഴപ്പഴം, പപ്പായ, ഇവയിലൊക്കെ ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഫ്രൂട്ട്സുകൾ നമ്മൾ ഡെയിലി ഒരെണ്ണോ അതല്ലെങ്കിൽ ആഴ്ചയിൽ 2-3 ദിവസം ഇത് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ബെറീസിൽ ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ബ്ലൂബെറി, ക്രെയിൻബെറി, അതുപോലെ ബ്ലാക്ക്ബെറി, ഇതിലൊക്കെ ഒരുപാട് ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സുകളൊക്കെ നമുക്ക് കഴിക്കുന്നത് കുടൽ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ പച്ചക്കറികൾ നമുക്കറിയാം, ഒരുപാട് നാരുകളുള്ള പച്ചക്കറികളുണ്ട്. ക്യാരറ്റ്, ക്യാബേജ്, ബ്രൊക്കോളി, ഇതിലൊക്കെ ഒരുപാട് ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പച്ചക്കറികളും നമ്മൾ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ കൂടുതലായിട്ട് വെള്ളം കുടിക്കുക. നമ്മൾ ധാരാളം വെള്ളം കുടിക്കുന്നത് നമുക്ക് കുടൽ പോലെയുള്ള അവയവങ്ങളിൽ ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഒന്നാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ശരീരം ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ കുടൽ ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ ഒരു 45 വയസ്സായ ആൾ, അല്ലെങ്കിൽ 45 വയസ്സിന് മുകളിലുള്ള ആളുകൾ ഒരു 6 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. സ്ക്രീനിങ് ടെസ്റ്റ് പറയുമ്പോൾ നമുക്ക് ഫീക്കൽ ഒക്കൽറ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് കൊളനോസ്കോപ്പി ടെസ്റ്റ് ചെയ്യാം, സിഗ്മോയിഡോസ്കോപ്പി ടെസ്റ്റ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് സ്ക്രീനിങ് ടെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ കൂടുതലും നമ്മൾ 45 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കാണ് ഈ ഒരു കോളൻ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതൽ. ഇതിൻ്റെ റിസ്ക് ഫാക്ടർ കൂടുതലും ഏജ്ഡ് ആയിട്ടുള്ള ആളുകളിലാണ് വരുന്നത്. അപ്പോൾ അതല്ലാതെ നമുക്ക് മറ്റ് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇത് വരാൻ സാധ്യതയുള്ള ആളുകൾ, അത് കൂടുതൽ വരുന്നത് അമിതവണ്ണമുള്ള ആളുകളിൽ ഇതുപോലെ കോളൻ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളിലുണ്ട്. അതുപോലെ പ്രോസസ്ഡ് മീറ്റുകളും ഈ റെഡ് മീറ്റുകളൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകളിൽ ഇതുപോലെ കോളൻ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ പുറത്തുനിന്നുള്ള ഫാസ്റ്റ് ഫുഡ് കാര്യങ്ങൾ, സ്മോക്കിംഗ് ചെയ്യുന്നവരിലും കോളൻ ക്യാൻസർ വരാൻ വളരെ സാധ്യതയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ആളുകളാണെങ്കിൽ അവർ തീർച്ചയായിട്ടും ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ ഇടയ്ക്കിടയ്ക്കായിട്ട് ഒരു 6 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു വർഷം കൂടുമ്പോഴോ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്.
അതുപോലെ തന്നെ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും പോളിപ്പ് പോലെയുള്ള എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്നുള്ളത് നോക്കാൻ നല്ലതാണ്. അതുപോലെ IBS ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം. ഈ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഉള്ള ആളുകളിൽ കോളൻ ക്യാൻസർ, കുടൽ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ തീരെ ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കാതെ, പ്രത്യേകിച്ച് ചികിത്സയൊന്നും എടുക്കാതെ, ഭക്ഷണമൊന്നും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് പിന്നീട് ക്യാൻസറിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. IBS 2 വിധത്തിൽ വരുന്നുണ്ട്. അൾസറേറ്റീവ് കൊളൈറ്റിസ്, അതുപോലത്തെ ക്രോൺസ് ഡിസീസ്, ഇങ്ങനെ 2 തരത്തിലുള്ള ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അസുഖങ്ങൾ ക്യാൻസറിലോട്ട് പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു അസുഖങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാൻ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ നമ്മൾ വയറിൽ വരുന്ന അല്ലെങ്കിൽ നമ്മൾ കുടലിൽ വരുന്ന പോളിപ്പുകളും പിന്നീട് ക്യാൻസറിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പോളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഫലപ്രദമായിട്ടുള്ള ചികിത്സ എടുക്കുക. അതുപോലെ തന്നെ IBS പോലെയുള്ള ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം പോലെയുള്ള അൾസറേറ്റീവ് കൊളൈറ്റിസ് പോലെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് കറക്റ്റായിട്ടുള്ള ചികിത്സ എടുത്തിട്ട് അത് ഫലപ്രദമായിട്ട് തന്നെ മാറ്റിയെടുക്കുക. അതല്ലെങ്കിൽ പിന്നീട് അത് കുടൽ ക്യാൻസറിലോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെയുള്ള ആളുകൾ, ഇത്തരത്തിലുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ആളുകൾ ഇടയ്ക്ക് സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി ഹിസ്റ്ററിയിൽ ആർക്കെങ്കിലും ഈ കുടൽ ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ആളുകൾ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യാം. അവർക്ക് 45 വയസ്സ് ആവണമെന്നില്ല. ഒരു 35 വയസ്സിൻ്റെ ആ സമയത്ത് തന്നെ നമുക്ക് സ്ക്രീനിങ് ടെസ്റ്റുകൾ ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക് ഇത് പെട്ടെന്ന് വരാൻ, കോളൻ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പലപ്പോഴും നമ്മുടെ വയറിലുണ്ടാകുന്ന ക്യാൻസർ ആവട്ടെ അല്ലെങ്കിൽ കുടലിൽ വരുന്ന ക്യാൻസർ ആവട്ടെ, അത് കൂടുതലായിട്ട് കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ 4th സ്റ്റേജിലേക്കൊക്കെ എത്തുമ്പോഴാണ് നമുക്ക് ലക്ഷണങ്ങൾ അത് കാണിക്കാറുള്ളത്. പലപ്പോഴും നമ്മളത് അറിയുന്നത് തന്നെ അങ്ങനെ 4th സ്റ്റേജിലൊക്കെ എത്തുമ്പോഴാണ്. പക്ഷേ അതിനിടയിലായിട്ട് നമുക്ക് ചെറിയ ചെറിയ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മളത് ശ്രദ്ധിക്കാറുണ്ടാവില്ല. അതായത് കുടലിലുണ്ടാകുന്ന ക്യാൻസറിൽ ഏറ്റവും കൂടുതലായിട്ട് കാണിക്കുന്നത് ബ്ലീഡിംഗ് ആണ്. നമ്മുടെ മലത്തിലൂടെ വരുന്ന ബ്ലീഡിങ്, അതല്ലെങ്കിൽ ബ്ലാക്ക് കളറിലുള്ള സ്റ്റൂള് വരിക അല്ലെങ്കിൽ ടാറി സ്റ്റൂള് വരിക, ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷണമായിട്ട് വരാം. അപ്പോൾ ഇങ്ങനെയുള്ള ബ്ലീഡിംഗ് ഉള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ടെസ്റ്റ് ചെയ്യണം. കൊളനോസ്കോപ്പി ടെസ്റ്റ് ചെയ്യണം. അത് പൈൽസ് കൊണ്ടാണോ അല്ലെങ്കിൽ ഇറിറ്റബിൾ ബവൽ ഡിസീസ് പോലെ അസുഖങ്ങൾ കൊണ്ടാണോ, അതല്ലെങ്കിൽ ഫിഷർ കൊണ്ടാണോ ഈ ബ്ലീഡിങ് വരുന്നത്, അതല്ലെങ്കിൽ കുടലിലെ ഈ ക്യാൻസർ കൊണ്ടാണോ എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് അത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മുടെ വെയിറ്റ് ലോസ് ആവുക, വെയിറ്റ് കുറഞ്ഞു വരിക, നമുക്ക് അധികം നല്ല തടിയൊക്കെ ഉള്ള ആളാണെങ്കിൽ അത്യാവശ്യം ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ വെയിറ്റ് കുറഞ്ഞ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ സ്ഥിരമായിട്ട് ക്ഷീണം അനുഭവപ്പെടുക, സ്ഥിരമായിട്ട് ഗ്യാസിൻ്റെ ഇഷ്യൂസ്, വയറ് നിറഞ്ഞ പോലെ തോന്നുക, വയറിൽ ബ്ലോട്ടിംഗ് പോലെയുള്ള, നമുക്ക് വയറിങ്ങനെ വീർത്തിരിക്കുന്ന പോലെ, അതുപോലെ നെഞ്ചിരിച്ചിൽ പുളിച്ചുതിക്കെട്ട് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കുക, ഇങ്ങനെയുള്ള ഗ്യാസ് സംബന്ധമായിട്ടുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിച്ചിട്ട് ഇത് എന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കി അതിനുള്ള ചികിത്സ എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു കുടലിൽ ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ കുടൽ എപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഈ ക്യാൻസർ പോലുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ നീർക്കെട്ട്, കൊളൈറ്റിസ് പോലെയുള്ള അസുഖങ്ങൾ, IBS പോലെയുള്ള അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ ഭക്ഷണത്തിലാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കൂടുതലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു നാരുകൾ അടങ്ങിയിട്ടുള്ള ഫുഡുകളാണ് കഴിക്കേണ്ടത്. എന്നാൽ IBS പോലുള്ള അസുഖങ്ങളാണെങ്കിൽ, അതായത് നമ്മുടെ കുടലിൽ വരുന്ന നീർക്കെട്ട് കൊണ്ടുള്ള അസുഖങ്ങളൊക്കെ ആണെങ്കിൽ നാരുകൾ അടങ്ങിയ ഫുഡുകൾ നമ്മൾ പരമാവധി കുറക്കുകയാണ് വേണ്ടത്. കാരണം അവർക്ക് IBS വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് ബാത്റൂമിൽ പോകാൻ വളരെ ടെൻഡൻസി വരാം. കൂടുതൽ പ്രാവശ്യം, ഇപ്പോൾ അൾസറേറ്റീവ് കൊളൈറ്റിസ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ 10-20 പ്രാവശ്യമൊക്കെ ഡെയിലി ബാത്റൂമിൽ പോകുന്ന ആളുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ ഫൈബറിൻ്റെ കണ്ടൻറ്റ് കുറക്കുകയാണ് വേണ്ടത്. എന്നാൽ അതല്ലാത്ത അസുഖങ്ങളൊക്കെ വരികയാണെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ കുടലിൻ്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഫൈബർ കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ ഫൈബറിൽ നമ്മൾ കൂടുതൽ പറയുന്നത് പച്ചക്കറികളും അതുപോലെ പഴങ്ങൾ, ഇലക്കറികളൊക്കെയാണ്. ഇലക്കറികളാണ് നമ്മൾ IBS ഉള്ള ആളുകൾ ഇലക്കറികളാണ് ഒഴിവാക്കേണ്ടത്. അതുപോലെ തന്നെ പ്രോബയോട്ടിക് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ ഉൾപ്പെടുത്തുക. അതായത് നമുക്കറിയാം ഈ പുളിപ്പിച്ച സാധനങ്ങളൊക്കെ പ്രോബയോട്ടിക്കാണ്. ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ക്യാബേജ്, ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ഫുഡുകളൊക്കെ നമുക്ക് പ്രോബയോട്ടിക് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതുപോലെ തൈര്, മോര് നമുക്കറിയാം നല്ലൊരു പ്രോബയോട്ടിക്കാണ്. നമ്മുടെ ഗട്ടിൽ, നമ്മുടെ കുടലിൽ നമ്മുടെ നല്ല ബാക്ടീരിയ വളർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ സ്ഥിരമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും നമ്മുടെ കുടലിൻ്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അതുപോലെ ധാരാളം വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ ഈ പുകവലി, മദ്യപാന ശീലമുള്ള ആളുകളാണെങ്കിലൊക്കെ അതൊക്കെ പരമാവധി ഒഴിവാക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കണം.
അതുപോലെ തന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സുകൾ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഈ ഇഞ്ചി എന്ന് പറയുന്നത് നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കുടലിലൊന്നും ഇൻഫ്ലമേഷൻ, അതായത് നീർക്കെട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഒന്നാണ് മഞ്ഞൾ. മഞ്ഞളും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണമുള്ളതാണ്. അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് മഞ്ഞളൊക്കെ നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ചെറു മത്സ്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്നത് നമ്മുടെ കുടലിന് നല്ലതാണ്. അതുപോലെ ആൻറ്റി ഓക്സിഡൻസ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഗ്രീൻ ടീ അതും സ്ഥിരമായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ബോൺ ബ്രോത്ത്, അതായത് എല്ല് സൂപ്പ് കഴിക്കുന്നതും നമ്മുടെ കുടലിലുള്ള ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടൽ നല്ല ആരോഗ്യത്തോടെ ഇരിക്കാനും ഈ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരാതിരിക്കാനും നീർക്കെട്ട് പോലെയുള്ള അല്ലെങ്കിൽ അൾസർ പോലെയുള്ള അസുഖങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഈ പാല് സ്ഥിരമായിട്ട് കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുടൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും വരുമോ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ പോലെ അസുഖങ്ങളിലേക്ക് ഇത് പോവുമോ എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട്. നമുക്കറിയാം പാല് വളരെ വൈറ്റമിൻസും അതുപോലെ തന്നെ കാൽസ്യം ഒക്കെ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. എന്നാൽ ഇതിലടങ്ങിയിട്ടുള്ള സാച്ചുറേറ്റഡ് ഫാറ്റ് അതുപോലെ തന്നെ ഇതിലടങ്ങിയിട്ടുള്ള കലോറീസ് ഒക്കെ കൂടുതലായതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, കോളൻ ക്യാൻസറിലോട്ടൊക്കെ പോകാനുള്ള ഒരു റിസ്ക് കൂടുതലാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ആളുകളാണെങ്കിൽ അത് ഇത്തരത്തിലുള്ള സ്ഥിരമായിട്ട് പാല് കുടിക്കുന്നത് ഒഴിവാക്കുന്നതാവും നല്ലത്. അതുപോലെ തന്നെ പാലിൽ നമുക്ക് ഹോർമോണുകൾ, ഈസ്ട്രജൻ പോലെയുള്ള ഹോർമോണുകളുണ്ട്. അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻറ്റ് ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് കോളൻ ക്യാൻസർ പോലെയുള്ള അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ പോലെയുള്ള ക്യാൻസറിലോട്ട് നയിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഡയറക്റ്റ് അത് കോസ് ചെയ്യുന്നില്ലെങ്കിലും സ്ഥിരമായിട്ട് അത് ഉപയോഗിക്കുമ്പോൾ ഒപ്പം ഈ റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇതുപോലെയുള്ള അസുഖങ്ങളിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ആളുകളാണെങ്കിൽ ഈ കാര്യം കൂടെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പല പേഷ്യൻസും ഒ പിയിൽ വരുമ്പോൾ പറയും, ഡോക്ടർ എൻ്റെ മലം കെട്ടിക്കിടക്കുകയാണെന്ന് തോന്നുന്നത്, ഇവിടെ കോൺസ്റ്റിപ്പേഷൻ ആണ്, മലം തീരെ പോകുന്നില്ല, എനിക്ക് പൈൽസ് ആണ്, അവിടെ എന്തോ തടസ്സമുണ്ട്, ഈ ക്യാൻസർ ആണോ എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട്. പലപ്പോഴും ഇങ്ങനെ നമ്മുടെ കുടലിൽ വരുന്ന ഈ മുഴകൾ, ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പൈൽസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മലം പോകാൻ ബുദ്ധിമുട്ട് വരും, മലബന്ധം അനുഭവപ്പെടാം, തീരെ മലം പോകാത്ത ആളുകളും ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെ മലം കെട്ടിക്കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടിലേക്ക് അത് നയിക്കാറുണ്ട്. അപ്പോൾ മലം കെട്ടിക്കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ കുടലിലുള്ള പ്രഷർ കൂടും, അങ്ങനെ അവിടെ ഇൻഫ്ലമേഷൻ വരും. അത് പിന്നീട് IBS പോലെയുള്ള കോളൈറ്റിസ് പോലെയുള്ള അസുഖങ്ങളിലേക്കും അത് പിന്നീട് നമുക്ക് ക്യാൻസർ പോലുള്ള അസുഖങ്ങളിലേക്കൊക്കെ നയിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് മലം കെട്ടിക്കിടക്കുന്ന ആളുകളാണെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ചികിത്സ എടുക്കണം. സ്ഥിരമായിട്ട് കോൺസ്റ്റിപ്പേഷൻ വരുന്നത് ചിലപ്പോൾ നമുക്ക് പൈൽസ് കൊണ്ടാവാം, അതായത് അവിടെ രക്തോട്ടം കുറയുമ്പോൾ നമുക്ക് ആ ഭാഗത്തുള്ള നരമ്പുകൾ തടിക്കുന്നത് കൊണ്ടാവാം. ഇങ്ങനെ തടിപ്പുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈൽസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളാണെങ്കിൽ നമുക്ക് മലം പോകാൻ ബുദ്ധിമുട്ട് വരാം. അതല്ലെങ്കിൽ IBS, ഇറിറ്റബിൾ ബവൽ ഡിസീസ് കൊണ്ടും നമുക്ക് ഇതുപോലെ കോൺസ്റ്റിപ്പേഷൻ വരാം. അല്ലെങ്കിൽ വയറ് സംബന്ധമായിട്ടുള്ള ഗ്യാസ്ട്രൈറ്റിസ്, ഗ്യാസ്ട്രിക് അൾസർ പോലെയുള്ള ദഹന പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ട് വരുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്ഥിരമായിട്ട് മലം കെട്ടിക്കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കോളൻ ക്യാൻസർ പോലുള്ള അസുഖങ്ങളിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇത് കുറേ സമയം ഇങ്ങനെ കെട്ടിക്കിടക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ പ്രഷർ കൂടുതലാവും, ഇൻഫ്ലമേഷൻ വരും, അത് പിന്നീട് പല അസുഖങ്ങളിലേക്കും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചികിത്സയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ സ്ക്രീനിങ് ടെസ്റ്റുകളൊക്കെ ചെയ്യുക. റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ആളുകളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു 6 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു കൊല്ലം കൂടുമ്പോഴൊക്കെ ഇതിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഇങ്ങനെ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ, നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നമുക്ക് ക്യാൻസറൊക്കെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് ഫലപ്രദമായിട്ട് തന്നെ ചികിത്സിക്കാൻ പറ്റാറുണ്ട്. ഇനി അതല്ല നമ്മുടെ ലക്ഷണങ്ങൾ, നമുക്ക് മലത്തിൽ വരുന്ന ബ്ലീഡിങ്, അതല്ലെങ്കിൽ വെയിറ്റ് ലോസ് ഒക്കെ മറ്റ് പല കാരണങ്ങൾ കൊണ്ട്, ഗ്യാസ്ട്രിക് അൾസർ, IBS പോലെയുള്ള അസുഖങ്ങൾ, അതല്ലെങ്കിൽ നമുക്ക് പൈൽസ്, ഫിഷർ പോലെയുള്ള അസുഖങ്ങൾ കൊണ്ടൊക്കെയുള്ള ലക്ഷണങ്ങളാണെങ്കിൽ അത് നമുക്ക് സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പൈൽസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് ഫലപ്രദമായിട്ട് ചികിത്സിക്കാം. സർജറി ഇല്ലാതെ തന്നെ നമുക്ക് ഹോമിയോപ്പതിയിലൂടെ ഇത് നമുക്ക് ഫലപ്രദമായിട്ട് തന്നെ ചികിത്സിക്കാൻ പറ്റാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടെയാണ് മരുന്ന് നിർണ്ണയവും അതുപോലെ തന്നെ രോഗനിർണ്ണയവും ഒക്കെ നടത്തുന്നത്. ജർമ്മനിയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്നുകളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള രോഗങ്ങൾ നമുക്ക് സർജറി ഇല്ലാതെ, ഗ്യാസ്ട്രിക് അൾസർ ആവട്ടെ, പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല പോലെ അസുഖങ്ങളാവട്ടെ, ഇതൊക്കെ നമുക്ക് IBS പോലെയുള്ള അസുഖങ്ങളാണെങ്കിലും അൾസറേറ്റീവ് കൊളൈറ്റിസ് പോലെയുള്ള അസുഖങ്ങളൊക്കെ ആണെങ്കിലും നമുക്ക് സർജറി ഇല്ലാതെ ഫലപ്രദമായിട്ട് ഇത്തരം ജർമ്മൻ മെഡിസിൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ചികിത്സിക്കാൻ പറ്റാറുണ്ട്. അപ്പോൾ ഇത്തരം ചികിത്സാ രീതിയെക്കുറിച്ച് അറിയാനോ അല്ലെങ്കിൽ അസുഖങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സ്നേഹത്തോടെ ഡോക്ടർ സെമിയ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.